കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി ഒരു സിനിമയൊക്കെ കണ്ടാണ്. ഇഷ്ടായോ? ലൈക്ക് പറ. ആ ആണോ? ഈ വീക്കെൻഡ് നമുക്കൊരു ചിക്കൻ ടിക്ക പിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, നാരങ്ങ നീരൊക്കെ പുരട്ടി നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ യോഗട്ട്, കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് എരിക്ക്, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി, ഒരു ശകലം പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, കസ്തൂരി മേത്തിയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പ്യുവർ ഒതന്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ തൈര്, കസ്തൂരി മേത്തി, ചെറിയ ജീരകം ഇത് നിർബന്ധമാണ്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചിക്കനും ഇട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലാക്കി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് പനീർ ക്യൂബ്സ് കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവ് വേണ്ട, ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ. മേമ്പടിക്ക് നമുക്ക് വീറ്റ് കൊണ്ടൊരു ബട്ടർ നാൻ ഉണ്ടാക്കാം. അതിന്റെ ബാക്കി കാര്യപരിപാടികൾ ഫുൾ വീഡിയോയിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ നെച്ചുനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നെച്ചമ്മയൊക്കെ വിളിച്ച് തിരിച്ചു വന്ന് കുളിപ്പിച്ചപ്പോഴത്തേനും 6:30. പിന്നെ വിളക്കൊക്കെ കൊളുത്തി നെച്ചുന്റെ നേഴ്സറി വിശേഷമൊക്കെ കേട്ട് കഴിഞ്ഞ് പതുക്കെ നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. ചിക്കനും ബട്ടർ നാനുള്ള മാവും ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാപ്സിക്കം, പുറകിൽ ചിക്കൻ, അതിന്റെ പുറകിൽ പനീർ, പിന്നെ ഒണിയൻ, അങ്ങനെ 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 അടുക്കി. ഇനി നമുക്ക് എയർ ഫ്രയർ സെറ്റ് ആക്കി അതിനകത്തോട്ട് വെക്കാം. ഒരു ഇമ്മിണി ഓയിൽ സ്പ്രേ ചെയ്യാം. എന്റെ എയർ ഫ്രയർ ഇച്ചിരി ചെറുതായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാനെന്റെ കലാപരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ടിക്ക സെറ്റായി. സംഭവം ഫസ്റ്റ് ട്രൈ ആണെങ്കിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചു. ആകെ ഒരു സജഷൻ, ഈ പനീർ അവൻ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത് ഇടയ്ക്ക് ചില 1-2 പീസ് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ചിക്കൻ വെച്ച ഒരു ടെമ്പറേച്ചറിൽ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അടുത്ത തവണ അവൻ കട്ട്. അതൊഴിച്ചാൽ സംഭവം അടിപൊളിയായിരുന്നു. സിനിമയും അടിപൊളിയായിരുന്നു.